ഈ സമുദ്രതീരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറെ പറയാനുണ്ട്. ഒരിക്കലും സമുദ്രം അഗാധത നിറഞ്ഞതാണ്. അതുപോലെ തന്നെ എത്ര പറഞ്ഞാലും തീരില്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. നമുക്കത് അവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം, ഒരു ആംബുലൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് അനുവദിച്ച് തരുന്ന ആംബുലൻസാണ്. ആര് വിളിച്ചാലും ഇവിടെ വിളിച്ചാൽ അത് ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാം എവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണെന്ന് വെച്ചാൽ അവിടെ എത്തിക്കും. അതിൻ്റെ അനുഭവം അറിഞ്ഞവൾ കൂടിയാണ് ഞാൻ. എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഈ ആംബുലൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു അലമാരയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആർക്ക് ആക്സിഡൻ്റായിട്ട് ചെന്നാലും ആരോടും അനുവാദം ചോദിക്കാതെ അതിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ എന്നോടൊപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരു ടീച്ചർ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പറയുകയാണ്, എനിക്കും ഇത് പ്രയോജനപ്പെട്ട ടീച്ചറായി. ഞാൻ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വേറെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരുടെയും പെർമിഷൻ ചോദിക്കേണ്ട, തുറന്ന് എടുക്കാം. അതുപോലെ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ തിരുനെൽവേലിയിൽ, അതിൻ്റെ ഗുണവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മയെ 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തത് ഇവിടുത്തെ സൗകര്യത്തിലാണ്. കാരണം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ക്യാമ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ക്യാമ്പാണ്. അത്ര ഒരു സവിശേഷതയാണ്. തിരുനെൽവേലിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ വന്ന് ചെക്ക് ചെയ്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കുന്നവരെ ഒരു പൈസ പോലും നമ്മളിൽ നിന്ന് നമുക്ക് ചിലവ് വരുന്നില്ല. അതേസമയം നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാഴ്ചശക്തി പൂർണ്ണമായിട്ട് കിട്ടണം എന്നില്ല. ഇത് പരിപൂർണ വിജയത്തിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ് ശ്രീ റൂവൽ സിംഗ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു. ഞങ്ങൾ കുറേ പേരുണ്ട്, പേരെടുത്ത് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളാൽ കഴിയാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അദ്ദേഹം നല്ല സാമ്പത്തിക ബാധ്യതയിലാണ്. ഇവിടെ നല്ല രീതിയിൽ വളരെ ആ ഒരു രീതിയിൽ സന്തോഷത്തോടെയാണ് ഇവിടുത്തെ അച്ഛനമ്മമാരെല്ലാം ഓരോ ദിവസവും കഴിയുന്നത്. അവർക്ക് പാടാനും അവർക്ക് എന്ത് ചെയ്യാനും, അതായത് പാടാനും ആടാനും ഒന്ന് ഡാൻസ് ചെയ്യണമെങ്കിൽ തന്നെയും എല്ലാം ഇവിടെ അനുവദിച്ചു കൊടുക്കുന്നു. അല്ലാതെ അവരെ അടക്കി പിടിച്ച് ഒന്നും കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം അല്ല. ഇവിടെ രോഹിണിയാണെങ്കിലും ഇവിടെ അമ്മ, ഇതെല്ലാം ഇവിടെ എല്ലാം ഓരോ അന്തേവാസികളും എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും പരസ്പരം താങ്ങും തണലുമായി നടന്നു പോകുന്ന ഒരു ഭവനമാണ്, സ്നേഹതീരമാണ് ഈ സമുദ്രതീരം.